CPM എന്നതിന് ചരിത്രപരമായ മണ്ടത്തരം എന്നൊരു നിർവചനം ക്വിറ്റ് ഇന്ത്യ സമരകാലം മുതൽ കേട്ടിട്ടുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്ക് പകരമായി അധ്വാനവർഗ സിദ്ധാന്തം എഴുതിയ KM മാണി സാർ എന്നിട്ടും CPMന്റെ മണ്ടത്തരത്തിൽ കുടുങ്ങുന്നതാണ് മനസ്സിലാകാത്തത്. CH മുഹമ്മദ് കോയയെ കാലുവാരിയ കാലത്ത് മുഖ്യമന്ത്രിയാക്കാമെന്ന് മോഹിപ്പിച്ച് ഇടതുപക്ഷം കുരങ്ങ് കളിപ്പിച്ച കാലം മാണി സാർ മറക്കുന്നത് അത്ര ശരിയാണോ? ജലപീരങ്കിയിലെ വെള്ളം വറ്റുകയും അപ്പുക്കുട്ടൻ സേനയുടെ ചങ്ങല പൊട്ടുകയും ഉമ്മൻചാണ്ടി രാജിവെക്കുകയും ചെയ്താൽ അച്യുതാനന്ദനെങ്ങാൻ മുഖ്യമന്ത്രിയാകുമോ എന്ന് ഭയക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ ചുമ്മാ വെറുതെ മാണി സാറിനെ കൊതിപ്പിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും മാണി സാറിന് ഇളക്കം തുടങ്ങി. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്ന് വിശ്വസിക്കുന്ന മാണി സാർ മുഖ്യമന്ത്രിയാകാൻ ഇഷ്ടമില്ല എന്ന് പറയാൻ മാത്രം 3 വാർത്താസമ്മേളനം നടത്തി. കടലിലെ ഓളവും മാണി സാറിൻ്റെ മോഹവും അടങ്ങുകില്ലെന്ന് ശിഷ്യനായിരുന്ന TN ജേക്കബ് പാടിയത് എത്ര ശരിയാണ്. എത്ര ആളുകൾ UDFലുണ്ട് മുഖ്യമന്ത്രിമാരാകാൻ പറ്റിയ ആളുകൾ? ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിട്ടുള്ള KM മാണി അവിടെ കിടക്കുമല്ലേ? ഞാൻ നല്ലവനാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാകണം എന്ന് പ്രതിപക്ഷം പറയുന്നെങ്കിൽ ഓക്കെ. മാണി സാർ കേരളത്തിൽ മുഖ്യമന്ത്രി ഏറ്റവും സർവ്വതാ യോഗ്യനായ ആളാണ്. അത് പ്രതിപക്ഷത്തിന്റെ ആ അഭിപ്രായത്തോട് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ജോർജ് എന്തിനാ ഇങ്ങനെ കയറി പറയുന്നത്? ജോർജ് എന്തിനാ അങ്ങനെ പറയുന്നത്? ഇതിന് നമുക്ക് അങ്ങനെ ഇടയ്ക്ക് കയറി പറയേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടിയും KM മാണിയായിട്ട് നോക്കുമ്പോൾ ഇപ്പൊ കേരളത്തെ എല്ലാവർക്കും അറിയാലോ. മാണി സാർ അതിൽ എത്രയോ ഭേദമാണ്. മുഖ്യമന്ത്രി പദം ന്യായമായ നിലയിൽ വരുമ്പോൾ വരും. ഞാനിപ്പോൾ ഒരുങ്ങുകയോ ആഗ്രഹിക്കുകയോ അതിനിപ്പോൾ വളഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യലെന്ന് മാത്രമേ ഉള്ളൂ. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാണി സാറിൻ്റെ മുഖ്യമന്ത്രി മോഹം 1-ാം നാൾ തന്നെ പിണറായി സഖാവിൻ്റെ വാക്കുകളിൽ കുരിശിലേറി. പിന്നെ കണ്ടതാകട്ടെ ഏത് കഠിന ഹൃദയൻ്റെയും കരളലിയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. ഇവിടെ വളർന്നു വന്നിട്ടുള്ള കാര്യം ഇതാണ്: ഈ ഭരണം നിലനിൽക്കാൻ പറ്റുന്നതല്ല എന്നെല്ലാവരും ചിന്തിക്കുന്ന അവസ്ഥയാണ്. മറ്റു രൂപങ്ങളൊന്നും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. KM മാണിക്ക് ഒരിക്കലും അങ്ങനെ ഇവർ പറയുന്ന മോഹത്തിൽപ്പെട്ട് അങ്ങനെ LDFൻ്റെ കൂടെ ചേർന്ന് മുഖ്യമന്ത്രിയാവാനൊന്നും ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല, UDF വിശ്വസിക്കുന്നില്ല, കേരളത്തിൽ ആരും അത് വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഞാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെയൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഉദിച്ചിട്ടില്ല. അങ്ങനെയൊരു നീക്കം എൻ്റെയോ പാർട്ടിയുടെയോ ഭാഗത്തു നിന്നില്ല. അത് സംബന്ധിച്ച് യാതൊരു ആലോചനയും ഉണ്ടായിട്ടില്ല. മാണിസാറിൻ്റെ പാർട്ടിയും UDFൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള തന്ത്രം ഞാനൊന്ന് പറയാം, ഞങ്ങൾ ഒറ്റക്കെട്ട മന്ത്രിസഭയിൽ നിന്ന് ഈ 2 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അപശബ്ദം കേട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കുക. പക്ഷെ 2 അനങ്ങി. ഏതാ 2 അനങ്ങി? ഞാൻ ചൊല്ലിടുന്നു. അപ്പോൾ അത് തീർക്ക്. നിങ്ങൾ ഇനി അത് പറയാൻ പാടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ യോഗ്യനാണെന്നൊക്കെ പറഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല. കാൽ നൂറ്റാണ്ടായി UDFൽ കഴിയുന്ന MV രാഘവൻ്റെ പാർട്ടിയായ CMB ജനിച്ച നാളു മുതൽ അതിൻ്റെ പൂർണ്ണരൂപം കോൺഗ്രസ് മിണ്ടാപ്രാണി എന്നാണ്. കോൺഗ്രസ് മച്ചമ്പി പാർട്ടി എന്ന് നിർവചിക്കുന്നവരും നാട്ടിൻപുറങ്ങളിലുണ്ട്. എന്നാൽ CMBയുടെ 4 സെക്രട്ടറിമാരിൽ ഒരാളായി KR അരവിന്ദാക്ഷൻ വന്നതു മുതൽ സംഗതി മാറി. പാർട്ടിയുടെ തീരുമാനങ്ങളെല്ലാം ഇപ്പോൾ ശക്തിമത്താണ്. അരവിന്ദാക്ഷൻ ഒരു തീരുമാനമെടുത്താൽ എടുത്തതു തന്നെ. CMBയുടെയും തൻ്റെയും നിലപാടുകൾ ഇത്ര സമഗ്രവും ആധികാരികവും സത്യസന്ധവുമായി ആർക്ക് പറയാനാകും? ഞങ്ങൾ UDFൽ വന്നിട്ടാണ്ട് 25 വർഷമായി.
ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ ഈ UDF-ൽ ഒരു കടുത്ത അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കമാൻഡോട് ചർച്ചയ്ക്ക് തീരുമാനമായില്ലെങ്കിൽ ഞങ്ങൾ മുന്നണി വിടും. ആ പാർട്ടിക്കകത്തൊരു 2 അഭിപ്രായം ഉണ്ടെന്ന് വെച്ചു, പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ തീരുമാനം എടുത്തിട്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇരിക്കലി പാർട്ടിയാണെങ്കിലും തൊട്ടി പാർട്ടിയാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെയാണ് ജയിച്ച ഒരു 5-10 സീറ്റുണ്ട്, കോട്ടയടക്കം. നയനാർ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് CMP ചേർന്ന ആളാണ്, അല്ലാണ്ട് MP രാവിലൂടെ പോകുന്നതല്ല. അത് കഴിഞ്ഞ് നയനാരും പിന്നെ കോടിയേരി ബാലകൃഷ്ണനും വൈക്കം വിഷ്ണുവും എല്ലാം അവിടെ നിന്നു. നമ്മൾ പിന്നെ ഇതിനകത്തോട്ട് നേരത്തെ ചാടിപ്പോയതുകൊണ്ട് പിന്നെ തിരിച്ചു പോകണ്ടെന്ന് തീരുമാനിച്ചു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് അവർ പറയുന്നുണ്ട്. പരിഹാരം ഉണ്ടായി ഞങ്ങൾ ഇതിനകത്ത് തന്നെ നിൽക്കും. ഞങ്ങൾക്ക് എന്താ തർക്കം പറ്റില്ല. MPR ഇടതുപക്ഷത്ത് പോകുന്നതിനും MPR അതൊന്നുമില്ല. പിന്നെ കോൺഗ്രസും ഇടതുപക്ഷമായിട്ട് ഐക്യമല്ലേ വരാൻ പോണത്. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ കോൺഗ്രസും ഇടതുപക്ഷമായിട്ടുള്ള ഐക്യമാണ് ഇനി ഇന്ത്യ മഹാരാജ്യത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ആ വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഈ 2 മുന്നിൽ ഏത് മുന്നിലും ഞങ്ങൾക്ക് നിൽക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ ഞങ്ങൾക്കൊരു സ്പേസ് ഉണ്ട്. LDF വേണമെന്നുള്ള കാര്യം നിർബന്ധമൊന്നുമില്ലല്ലോ. ഹൈക്കമാൻഡോട് ചർച്ചയ്ക്ക് തീരുമാനമായില്ലെങ്കിൽ ഞങ്ങൾ മുന്നണി വിടും.